നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഭാഗത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്സാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അതിനകത്ത് ഇനി ഒന്ന് രണ്ട് ഭാഗങ്ങളൂടെ ചർച്ച ചെയ്യാനുണ്ട്. നമ്മൾ ആൾറെഡി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കുന്നതിന് തന്നിട്ടുള്ള ഇക്വേഷൻ്റെ dy/dx കണ്ടുപിടിച്ച ശേഷം dy/dxനകത്ത് എക്സിന് പകരം ആ പർട്ടിക്കുലർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കുന്നതിന് തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അഥവാ dy/dx കണ്ടുപിടിച്ച ശേഷം എക്സിന് പകരം തന്നിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഴുതിക്കോളൂ പ്രോബ്ലം. The total revenue in rupees received from the sale of X units of a product, X units of a product is given by R of X is equal to 13x square plus 26x plus 15. 13x square plus 26x plus 15. Find the marginal revenue. Find the marginal revenue when x is equal to 7. Find the marginal revenue when x is equal to 7. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു എക്സ് യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ റവന്യൂ ആർ ഓഫ് എക്സ്, അതാ റവന്യൂ ഓഫ് എക്സ്, ആർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 13x സ്ക്വയർ പ്ലസ് 26x പ്ലസ് 15. നമുക്കിതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് മാർജിനൽ റവന്യൂ ആണ്. മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? dy/dx കണ്ടുപിടിക്കുന്നു. ശ്രദ്ധിക്കുക, മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കുന്നതിന് d/dx ഓഫ് r of x, that is total revenue, d/dx of r of x. ഇവിടെ ആൾറെഡി r of x തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ that is d/dx of r of x is equal to d/dx of r of x is equal to, നോക്കുക, 13x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 13x സ്ക്വയറിൻ്റെത് 26x പ്ലസ് 26, ശരിയല്ലേ? 26x പ്ലസ് 26 ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വേണമെങ്കിൽ ഇതിനകത്തുനിന്നൊരു 26 കോമൺ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് 26 ഇൻറ്റു എക്സ് പ്ലസ് 1. അടുത്ത മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, വെൻ എക്സ് ഈസ് ഈക്വൽ ടു 7, marginal revenue is equal to, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാർജിനൽ റവന്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് പകരം എന്തോ ഇട്ട് കൊടുക്കും? ദാറ്റ് ഈസ് 26 ഇൻറ്റു 7 പ്ലസ് 1, ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ പറ്റുന്നില്ല എങ്കിൽ ഇവിടെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് 26 ഇൻറ്റു 8. 26 ഇൻറ്റു 8 എത്ര? 26 ഇൻറ്റു 8 208 അല്ലേ? ആ, ദാറ്റ് ഈസ് 208 റുപ്പീസ്, 208 രൂപ. നെക്സ്റ്റ് പ്രോബ്ലം. ദ ടോട്ടൽ കോസ്റ്റ് C of x, C എന്ന് എഴുതി ബ്രാക്കറ്റിൽ x, C of x in rupees associated with the production of
x units of an item is given by 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 C of x is equal to C of x is equal to 0.007x square 0.007x square plus 0.003x plus 15 0.007x square plus 0.003x plus 15. Find the marginal cost. Find the marginal cost. Find the marginal cost when 17 units are produced. 17 units are produced. 17 units are produced. നോക്കുക, തന്നിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ y എന്നെടുക്കുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എക്സിൻ്റെ സ്ഥാനത്ത് എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 17 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? Next question, the radius of an air bubble is increasing at the rate of 1/2 centimeter per second. 1/2 centimeter per second. At what rate? At what rate is the volume of the bubble? Is the volume of the bubble? At what rate is the volume of the bubble increasing when the radius is 1 centimeter? When the radius is 1 centimeter. At what rate is the volume of the bubble increasing when the radius is 1 centimeter? ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. റേഡിയസ് ഓഫ് ആൻ എയർ ബബിൾ ഈസ് ഇൻക്രീസിങ്. ഒരു എയർ ബബിളിൻ്റെ, നിങ്ങൾക്ക് ആൾറെഡി അറിയാം എയർ ബബിളിൻ്റെ ഷേപ്പ് എന്താണ്? സ്പെറിക്കൽ ഷേപ്പ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. വാട്ടർ ഡ്രോപ്സ് എല്ലായ്പ്പോഴും സ്പെറിക്കൽ ഷേപ്പായിരിക്കും. എന്തിനു വേണ്ടി? സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്ക്, പഴയ ഫിസിക്സിലെ ക്വസ്റ്റ്യനാണ്, വിട്ടേക്കുക. നമ്മൾ ഒരു പറഞ്ഞിട്ടുള്ളത് റേഡിയസ് ഓഫ് ആൻ എയർ ബബിൾ ഈസ് ഇൻക്രീസിങ്. അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു അറ്റ് ദ റേറ്റ് ഓഫ് 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. 1/2 സെൻറ്റിമീറ്റർ 1/2. 1/2 പകരം വേണമെങ്കിൽ 0.5 എന്ന് വേണമെങ്കിൽ എഴുതാം. അവിടെ നമ്മൾ ജസ്റ്റ് എഴുതുന്നത് ലെറ്റ് ആർ ബി ദ റേഡിയസ്, ലെറ്റ് ആർ ബി ദ റേഡിയസ്, വി ബി ദ വോളിയം. 6 റേഡിയസ് ആണ്, വി വോളിയം ആണെന്നറിയാം. ഇനി തന്നിട്ടുള്ള ഓരോ വരികളും നിങ്ങൾ ശരിക്കും വായിക്കുക. റേഡിയസ് ഓഫ് ആൻ എയർ ബബിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി റേറ്റാണ്. dr/dt ഈസ് ഈക്വൽ ടു 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇതിനെ വേണമെങ്കിൽ 0.5 എന്നും എനിക്ക് എഴുതാം. നോക്കിക്കോളൂ, dr/dt എന്തുവാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ്.
ഈസ് ഈക്വൽ ടു 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇനി വോളിയം കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഷേപ്പ് ഏതാണ്? സ്പിയർ ആണെന്ന് പറഞ്ഞു. വോളിയം ഈസ് ഈക്വൽ ടു, വോളിയം കണ്ടുപിടിക്കുന്ന വാക്യം എന്തുവാ? വോളിയം സ്പിയർ ഉണ്ട് 4/3 പൈ ആർ ക്യൂബ്. ശരിയല്ലേ? വോളിയം വി ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എങ്ങനെ? വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. ടിക്ക് അനുസരിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ടിക്ക് അനുസരിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? dv/dt. കാര്യം ഇത് വോളിയം വി ആണ്. dv/dt ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? 4/3 പൈ ഇൻറ്റു ഇത്രയും കോൺസ്റ്റൻ്റ് ടേമാണ്. എന്നതാ ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്? ആർ ക്യൂബിൻ്റെത് 3r². 3r² ഇൻറ്റു dr/dt. നോക്ക്, dv/dt ഈസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു 3r² ഇൻറ്റു dr/dt. ശരിയല്ലേ? ദാറ്റ് ഈസ് 4/3 ഇൻറ്റു പൈ ഇൻറ്റു 3r² ഇൻറ്റു dr/dt. ഇവിടെ 3 3 ഇവിടെ ക്യാൻസലായിപ്പോയി. ആണോ? ഇനി ക്വസ്റ്റ്യനകത്ത് വല്ലതും തന്നിട്ടുണ്ടോ നോക്കിയേ. വെൻ ദ റേഡിയസ് ഈസ് 1 സെൻറ്റിമീറ്റർ. റേഡിയസ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആണോ? റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും? എന്തുവാ കണ്ടുപിടിക്കേണ്ട? ക്വസ്റ്റ്യനകത്ത് ലാസ്റ്റ് ഭാഗത്തേക്ക് വാ. അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ബബിൾ ഇൻക്രീസിങ്? വെൻ ദ റേഡിയസ് ഈസ് 1 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് dv/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ dv/dt നോക്കുക. അറ്റ് r ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. r 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ dv/dt ഈസ് ഈക്വൽ ടു, ഹിയർ 3 3 ഇവിടെ ക്യാൻസലായി പോകുന്നു, 4 പൈ r² ഇൻറ്റു dr/dt എക്സിസ്റ്റ് ചെയ്യുന്നത്. വെൻ r ഈസ് ഈക്വൽ 1 സെൻറ്റിമീറ്റർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് 4 ഇൻറ്റു പൈ ഇൻറ്റു 1 ഇൻറ്റു 1/2 അല്ലേ? നോക്ക്, 0.5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 2 പൈ കിട്ടും. എങ്ങനെ 2 പൈ കിട്ടും? 4ഉം 0.5 ഇവിടെ ക്യാൻസലായി പോകുന്നു. അല്ലെങ്കിൽ അവിടെ 1/2 ആണെന്ന് തോന്നുന്നു സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് 2 പൈ ആണ് അല്ലേ? ബാക്കി 2 പൈ. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്തുവാ? അറ്റ് വാട്ട് റേറ്റ് എന്തുമായിരിക്കും? സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ശ്രദ്ധിക്കൂ. ആദ്യം വോളിയത്തെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ക്യാൻസൽ ആകുന്ന ക്യാൻസൽ ചെയ്തു. എന്നിട്ട് വിത്ത് റെസ്പെക്റ്റീവ് ടൈമിൽ ചെയ്യുന്നുണ്ട് dr/dt അവസാനം ഉണ്ട്. ആ dr/dt എങ്ങനെ മനസ്സിലായി? ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് പാർട്ടിൽ തന്നിട്ടുണ്ട് 1/2 എന്ന്. രണ്ടാമത് r ഈസ് ഈക്വൽ 1 സെൻറ്റിമീറ്റർ. r ഈസ് ഈക്വൽ 1 സെൻറ്റിമീറ്റർ വരുമ്പോൾ ഇവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് 1ൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴും എന്ത് തന്നെയാണ് വരുന്നത്? 1 തന്നെയാണ്. എ ബലൂൺ which always spherical has a variable diameter has a variable diameter has a variable diameter 3/2 2x plus 1 3/2 2x plus 1 3/2 2x plus 1. Find the rate of change of volume. Find the rate of change of volume. Find the rate of change of volume with respect to x. With respect to x. Find the rate of change of volume with respect to x. ശ്രദ്ധിക്കുക, ഡയമീറ്റർ തന്നിട്ടുണ്ട്. എന്തുവാ ഡയമീറ്ററും റേഡിയസും ആയിട്ടുള്ള റിലേഷൻ? ഡയമീറ്റർ/2 ആണ് റേഡിയസ്. ശരിയല്ലേ? ഡയമീറ്റർ/2 ആണ് റേഡിയസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എത്ര ആയിരിക്കും?
നോക്കിക്കോളൂ, ഇതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3/4 ഇൻറ്റു 2x + 1. ശരിയല്ലേ? നോക്കിക്കോളൂ, ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 3/2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടി. ഇനി ഈ ബലൂണിൻ്റെ ഷേപ്പ് എന്തുവാ നോക്ക്. വിച്ച് ആൾവേസ് റിമെയിൻ സ്പെറിക്കൽ. അതെല്ലായ്പ്പോഴും ഏത് ഷേപ്പിലായിരിക്കും? സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും. സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒന്നിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന വാക്യം എന്തുവാ? 4/3 πr³. സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒന്നിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നതിന് 4/3 πr³. ക്ലിയർ ആണല്ലോ? നോക്കിക്കോളൂ, വോളിയം ഈസ് ഈക്വൽ ടു 4/3 πr³. ശരിയല്ലേ? 4/3 πr³. ശ്രദ്ധിക്കുക, 4/3 πr³. ഇവിടെ ആറിൻ്റെ പ്ലേസിൽ എന്ത് പറയണം? ആറിൻ്റെ പ്ലേസിൽ 3/4 ഇൻറ്റു 2x + 1 എന്ന് പറയണം. ദ ഹോൾ ക്യൂബ്. ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ദാറ്റ് ഈസ് 4/3 ഇൻറ്റു പൈ ഇൻറ്റു 3/4 ഇൻറ്റു 2x + 1 ദ ഹോൾ ക്യൂബ്. വോളിയം. ക്ലിയർ ആണല്ലോ? നോക്കിക്കോളൂ, വോളിയം കണ്ടുപിടിക്കുന്ന വാക്യം 4/3 πr³. ആറിൻ്റെ പ്ലേസിൽ 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആ റേഡിയസ് ഏതാ? 3/4 2x + 1 ദ ഹോൾ ക്യൂബ് വന്നു. ഇതാ നോക്കൂ, ഇതിനെ എങ്ങനെ ക്യൂബ് എടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് 4/3 ഇൻറ്റു പൈ ഇൻറ്റു 3യുടെ ക്യൂബ്. എത്ര 3യുടെ ക്യൂബ്? 3 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലേ? ഡിവൈഡഡ് ബൈ 4ൻ്റെ ക്യൂബ്. 4 ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പോൾ എത്ര കിട്ടും? ദാറ്റ് ഈസ് 27/64. ക്ലിയർ ആയില്ല സാർ? 3യുടെ ക്യൂബ് എന്തോ? 3യുടെ ക്യൂബ് 3 ക്യൂബ് അല്ലേ? 4ൻ്റെ ക്യൂബോ 4 ക്യൂബ് കണ്ടുപിടിക്കുമ്പോൾ 64ഉം 27ഉം ഇൻറ്റു 2x + 1 ദ ഹോൾ ക്യൂബ് അതുപോലെ നിലനിർത്തുന്നു. അപ്പോൾ ഇതിന് മാത്രമേ ക്യൂബുള്ളൂ. ക്ലിയർ ആയോ? ഇതിനാണ് ഞാൻ ക്യൂബ് ഇട്ടേക്കുന്ന, ഹോൾ ക്യൂബ് അല്ല. അപ്പോൾ നോക്കിക്കോളൂ, 4/3 ഇൻറ്റു പൈ ഇൻറ്റു 27/64 2x + 1 ദ ഹോൾ ക്യൂബ്. ഇനി ക്വസ്റ്റ്യനകത്ത് എന്തുവാ കണ്ടുപിടിക്കാനുള്ളത്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ആണല്ലോ. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം കണ്ടുപിടിക്കണം. ആണല്ലോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? dv/dt ആണോ, dx ആണോ, dr ആണോ? dv/dx. എന്താ dx എടുക്കാൻ കാര്യം? തന്നിട്ടുണ്ട് ഓൾറെഡി. ദാറ്റ് ഈസ് dv/dx ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എങ്ങനെ? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. ക്ലിയർ അല്ലേ? ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ 3യും ഒന്ന് ശ്രദ്ധിച്ചോളൂ, 3യും ഈ 27ഉമായിട്ട് ക്യാൻസലായി. 9 ഇൻറ്റു പൈ 9 പൈ. 4ഉം 64 ക്യാൻസലായി. എത്ര കിട്ടി? 16. ശരിയാണോ? ഇനി നോക്കുക, ബാക്കിയുള്ളത് എന്നതാ? 2x + 1 ദ ഹോൾ ക്യൂബ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x + 1 ദ ഹോൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് x⁻n ഡെറിവേറ്റീവ് n(x⁻n-1). ദാറ്റ് ഈസ് 3 ഇൻറ്റു 2x + 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു d/dx ഓഫ് ഇന്നർ ഫംഗ്ഷൻ. ഏതാ ഇന്നർ ഫംഗ്ഷൻ? 2x. 2xൻ്റെ ഡെറിവേറ്റീവ് 2. ക്ലിയർ ആയോ? ഒന്നുകൂടി, ഇവിടെ ചില സ്റ്റെപ്പുകൾ ഒരുമിച്ചായി പോയിട്ടുണ്ട്. ഇവ തമ്മിൽ ക്യാൻസൽ ചെയ്ത ശേഷം പൈ എഴുതി. ഇനി ഇത് x⁻n ആണെന്ന് സങ്കല്പിക്കുക. എന്തോ x⁻n ഡെറിവേറ്റീവ്? n(x⁻n-1). ദാറ്റ് ഈസ് 3 ഇൻറ്റു 2x + 1 ദ ഹോൾ റൈസ് ടു 3-1 ഇൻറ്റു d/dx ഓഫ് 2x. എന്തോ 2xൻ്റെ ഡെറിവേറ്റീവ് 2. ദാറ്റ് ഈസ് നോക്കണേ, 2 ഇൻറ്റു 3 6. 6 ഇൻറ്റു 9 6 ഇൻറ്റു 9. വേണ്ട, ബാക്കി കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാമല്ലോ, സമയം കളയണ്ട, എഴുതിക്കും. കുട്ടികളെ, ബലൂൺ ചെയ്തിട്ടാണ് ഉള്ളതാണെന്ന് ഡൗട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം.
A balloon which always remains spherical has a variable radius. Find the rate at which the volume is increasing when the latter is 10 centimeter. Same question on a balloon which remains spherical has inflated by pumping 900 cubic. Danduvilla. Question is a balloon which always remains spherical. A balloon which always remains spherical has a variable radius. Has a variable radius. Find the rate at which the volume is increasing. The volume is increasing with the radius when the latter is 10 centimeter. Latter is 10 centimeter. നോക്കുക, ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ബലൂൺ എല്ലായ്പ്പോഴും സ്പെറിക്കൽ ആയിരിക്കും. സ്പെറിക്കൽ ആയിരിക്കും എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കണം വോളിയം ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് വിത്ത് ഹാവ് എ വേരിയബിൾ റേഡിയസ്. എന്താ അർത്ഥം? കാറ്റൂതി വീർപ്പിക്കും തോറും ബലൂണിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കാറ്റൂതി വീർപ്പിക്കും തോറും ബലൂണിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വോളിയം ഈസ് ഇൻക്രീസിങ്. റേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് വിച്ച് റേഡിയസ് ഈസ് 10 സെൻറ്റിമീറ്റർ. ലാറ്റർ ഈസ് 10 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ രണ്ടാം പറഞ്ഞിട്ടുള്ള 10 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് റേഡിയസ് എത്ര സെൻറ്റിമീറ്റർ? 10 സെൻറ്റിമീറ്റർ. ശ്രദ്ധിക്കുക, ബലൂണിൻ്റെ ഷേപ്പ് സ്പെറിക്കലാണ്. സ്പെറിക്കലിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ്. വേണമെങ്കിൽ ജസ്റ്റ് ആദ്യമേ എഴുതിയിടും ലെറ്റ് ആർ ബി ദ radius and V be the volume. R be the radius and V be the volume. ആണല്ലോ. വോളിയം കണ്ടുപിടിക്കുന്ന വാക്യം എന്തോ? വോളിയം V is equal to പറഞ്ഞോളൂ 4/3 പൈ ആർ ക്യൂബ്. ശരിയല്ലേ? എന്താ ഈ 4/3 പൈ ആർ ക്യൂബ് എടുക്കാൻ കാര്യം? സ്പിയർ ആയതുകൊണ്ട്. കോണായിരുന്നെങ്കിലോ ചതിച്ചു. 1/3 പൈ ആർ സ്ക്വയർ എച്ച് കോൺ ആയിരുന്നെങ്കിൽ. ക്യൂബ് ആയിരുന്നെങ്കിലോ എക്സ് ക്യൂബ്. ഇനി ഹെമിസ്പിയർ ആയിരുന്നെങ്കിലോ 2/3 പൈ ആർ ക്യൂബ്. ക്ലിയർ ആയോ കുട്ടികളെ? ശ്രദ്ധിക്കണേ. കോൺ ആയിരുന്നെങ്കിൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഹെമിസ്പിയർ ആണെങ്കിൽ 2/3 പൈ ആർ ക്യൂബ്. സ്പിയർ ആണെങ്കിൽ 4/3 പൈ ആർ ക്യൂബ്. ക്യൂബ് ആയിരുന്നെങ്കിൽ എന്തോ ക്യൂബ് അറിയാലോ, സെയിം ടു സെയിം എക്സ്, ദാറ്റ് ഈസ് എക്സ് ക്യൂബ്. ക്ലിയർ ആണല്ലോ? ഇപ്പം നോക്ക്, വോളിയം വി തന്നിട്ടുണ്ട് 4/3 പൈ ആർ ക്യൂബ്. ഇനി എന്തോ തന്നിട്ടുള്ളത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വോളിയം ഈസ് ഇൻക്രീസിങ്. അല്ലേ? ഞാൻ ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വി ബൈ എന്നതാ വരുന്നത്? ഡി ആർ ആണോ ഡി ടി ആണോ? ഡി വി ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ്. ഡി വി ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു 3r സ്ക്വയർ. ദാറ്റ് ഈസ്, ബാക്കി പറഞ്ഞോളൂ, എന്ത് കിട്ടും? 3യും 3യുടെ ക്യാൻസലായിപ്പോയി. ബാക്കിയുള്ളത് 4πr സ്ക്വയർ. നോക്കിക്കോളൂ, 4πr സ്ക്വയർ എന്ന് കിട്ടി. ഇനി ആർ വെൻ റേഡിയസ് ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. വെൻ ആർ ഈസ് ഈക്വൽ ടു 10. r 10 വരുമ്പോൾ എന്ത് കണ്ടുപിടിക്കണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണോ? ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പൈ ഇൻറ്റു എത്രൻ്റെ സ്ക്വയർ? 10ൻ്റെ സ്ക്വയർ. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പൈ ഇൻറ്റു 10ൻ്റെ സ്ക്വയർ എത്ര വരും?
400 ബാക്കിയും കൂടി പൈ അടുത്തും കൂടെ സെൻറ്റിമീറ്റർ സ്ക്വയറോ ക്യൂബ് പെർ സെക്കൻഡ് ആണല്ലോ. അതിനകത്തൊരു ചെറിയൊരു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുന്നൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആ ക്വസ്റ്റ്യൻ്റെ അവസാനം വരെയൊന്ന് വായിച്ചേ. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വോളിയം ഈസ് ഇൻക്രീസിങ് വിത്ത് ദ റേഡിയസ് ദ ലാറ്റർ ഈസ് 10 സെൻറ്റിമീറ്റർ. റേറ്റ് അറ്റ് വിച്ച് ടൈം അല്ല ചോദിച്ചിട്ടുള്ളത്, റേറ്റ് അറ്റ് വിച്ച് ദ റേഡിയസ് ആണ്. ആണോ? അങ്ങനെ ആകുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് ബൈ സെൻറ്റിമീറ്റർ ക്യൂബ് ബൈ സെൻറ്റിമീറ്റർ. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിട്ട് മാറും? സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായി? ആ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം. ഇനി ഇങ്ങനത്തുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് കിടക്കണ്ട, ബാക്കിയുള്ള നമ്പർ മാത്രം കണ്ടുപിടിച്ചങ്ങ് പോവുക. ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്? ഇത് ക്യൂബ് പെർ സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 400 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? ആ ഭാഗത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി. ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എ ബലൂൺ വിച്ച് ആൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ മതി. എ ബലൂൺ വിച്ച് ആൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ on inflatation is being inflated by pumping in 900 cubic centimeter of gas per second. 900 cubic centimeters of gas per second. gas per second. Gas per second. Find the rate at which the radius of the balloon increases. Find the rate at which radius of the balloon increases when the radius is 15 സെൻറ്റിമീറ്റർ. നോക്കിയേ, ഒരു ബലൂൺ എല്ലായ്പ്പോഴും സ്പെറിക്കൽ ഷേപ്പിലാണ്. ഇതിനകത്തേക്ക് കാറ്റൂതി വീർപ്പിക്കുന്ന സമയത്ത് പെർ സെക്കൻഡിൽ 900 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് ഗ്യാസ് ആണ് അകത്തേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നത് ബലൂണിനകത്തേക്ക്. അങ്ങനെയാണെങ്കിൽ 15 സെൻറ്റിമീറ്റർ ആരമുള്ള ആ ബലൂൺ എത്ര വേഗതയിൽ വീർക്കപ്പെടും അല്ലെങ്കിൽ വലുതാക്കപ്പെടും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. എ ബലൂൺ വിച്ച് ആൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ ഈസ് ബീയിങ് പമ്പിങ് 900 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. ഇവിടെ dV/dt എന്താ അർത്ഥം? അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം എന്ന് വെച്ചാൽ 900. ബാക്കി ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്, ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്, സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ അതിനകത്ത് ഉണ്ടാകുന്ന വോളിയത്തിൻ്റെ ഇൻക്രീസാണ് dV/dt. നിങ്ങൾക്കറിയാം, ലെറ്റ് ആർ ബി ദ റേഡിയസ്, വി ബി ദ വോളിയം. ഒന്നുമില്ലല്ലോ. നോക്ക്, ലെറ്റ് ആർ ബി ദ റേഡിയസ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, വി ബി ദ വോളിയം. വി എന്ന് പറയുന്നത് വോളിയമാണ്. ലെറ്റ് ആർ ബി ദ റേഡിയസ് ആൻഡ് വി ബി ദ വോളിയം തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന വാക്യം, എന്തോ വോളിയം കണ്ടുപിടിക്കുന്ന വാക്യം? വോളിയം V is equal to 4/3 pi r cube. വോളിയം V is equal to
4/3πr³. നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ റേറ്റ് അല്ലയോ അറ്റ് വിച്ച് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ, ദാറ്റ് ഈസ് നമ്മൾ ഇവിടെ വെച്ച് ഇതിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? വിത്ത് റെസ്പെക്ട് ടു ടൈം ആണോ വോളിയം ആണോ എന്തുവാ തന്നിട്ടുള്ളത്? dV/dt. കാര്യം വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് dV/dt ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു പറഞ്ഞോളൂ r³ r³ 3r² ഇൻറ്റു dr/dt. എന്താ dr/dt കാര്യം? വിത്ത് റെസ്പെക്ട് ടു ടൈം റേറ്റ് ആയതുകൊണ്ട് നമുക്ക് 4/3 ഇൻറ്റു പൈ ഇൻറ്റു 3r² ഇൻറ്റു dr/dt വിച്ച് ഈസ് ഈക്വൽ ടു 3 3 ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളത് 4πr² ഇൻറ്റു dr/dt. ശരിയല്ലേ? ഇനി ആൾറെഡി അവർ തന്നിട്ടുണ്ട് വോളിയം ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 900 cubic centimeter cube per second. ദാറ്റ് ഈസ് dV/dt ആൾറെഡി തന്നിട്ടുണ്ട്. dV/dt എന്ന് പറഞ്ഞാൽ 900 ആണ്. ദാറ്റ് ഈസ് 900 ഈസ് ഈക്വൽ ടു 4πr² ഇൻറ്റു dr/dt. ദെൻ dr/dt ഈസ് ഈക്വൽ ടു 900/4πr². ക്ലിയർ ആയോ? ഇവിടെ dr/dt എന്തുവാ? dr/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദാറ്റ് ഈസ് dr/dt ഈസ് ഈക്വൽ ടു 900 4πr². ഒന്ന് ശ്രദ്ധിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് തന്നിട്ടുണ്ട്. ഇനി അവർ വേറെ സാധനം തന്നിട്ടുണ്ട്. എന്താണ് നോക്കിയേ? വെൻ ദ റേഡിയസ് ഈസ് 15 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ശ്രദ്ധിക്കുക, വെൻ റേഡിയസ് r ഈസ് ഈക്വൽ ടു 15, വെൻ റേഡിയസ് r സമം 15 വരുന്നു, വെൻ റേഡിയസ് r ഈസ് ഈക്വൽ ടു 15 വരുമ്പോൾ dr/dt ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് പറഞ്ഞത്? 900/4π ഇൻറ്റു 15² which is equal to 900/900π is equal to 1/π. ക്ലിയർ ആയോ? നോക്കൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ dV/dt ആൾറെഡി തന്നിട്ടുണ്ട് 900. നല്ലൊരു ക്വസ്റ്റ്യൻ. ഇതുവരെ ചെയ്തതിൽ ഒരു ലേക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. എ സ്റ്റോൺ ഈസ് ഡ്രോപ്പ്ഡ് ഇൻറ്റു എ ക്വയറ്റ് ലേക്ക്. അങ്ങനെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അതുപോലെ നിലവാരമുള്ളൊരു ക്വസ്റ്റ്യനാണിത്. പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നോക്ക് dV/dt 900 തന്നിട്ടുണ്ട്. വോളിയം കണ്ടുപിടിക്കുന്ന വാക്യം സ്പിയർ ആയതുകൊണ്ട് 4/3πr³. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ dV/dt 900 ഈസ് ഈക്വൽ ടു 4πr² ഇൻറ്റു dr/dt. നമുക്ക് എന്നതാ കണ്ടുപിടിക്കാനുള്ളത്? dr/dt ആണ് കണ്ടുപിടിക്കാനുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം അല്ല കണ്ടുപിടിക്കേണ്ടത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് dr/dt ഈസ് ഈക്വൽ ടു 900/4πr². ഇനി ക്വസ്റ്റ്യനകത്ത് ആൾറെഡി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് r ഈസ് ഈക്വൽ ടു 15. ദാറ്റ് ഈസ് 900/4 ഇൻറ്റു പൈ ഇൻറ്റു 15². അവസാനം സമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1/π. ബാക്കി ഇവിടെ പറയൂ. റേഡിയസ് എങ്ങനെയായിരിക്കും? സെൻറ്റിമീറ്റർ അതോ സ്ക്വയറോ? സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ ഭാഗത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത് എക്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് decreasing at the rate of 5 centimeter per minute. 5 centimeter per minute. 5 centimeter per minute and width y is increasing at the rate of 4 centimeter per minute. 4 centimeter per minute.
when x is equal to 8 centimeter, when x സമം 8 centimeter and y സമം 6 centimeter, when x is equal to 8 and y is equal to 6, find the rate of change of perimeter. Find the rate of change of perimeter and the area of the rectangle. Area of rectangle. Find the rate of change of perimeter and area of the rectangle. ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ചതുരത്തിൻ്റെ ലെങ്ത് എക്സ് ആണെന്നിരിക്കട്ടെ, അതിൻ്റെ ബ്രെഡ്ത്ത് വൈ ആണെന്നിരിക്കട്ടെ. ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് വൈ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ -5. അതേസമയം വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു 4 സെൻറ്റിമീറ്റർ പെർ മിനിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് തരുമ്പോൾ dx/dt യും dy/dt ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്ററിനുണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും, ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ആൻഡ് വൈ ബി ദ ബ്രെഡ്ത്ത്. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ആൻഡ് വൈ ബി ദ ബ്രെഡ്ത്ത്. എക്സ് ലെങ്ത് ആണ്, വൈ ബ്രെഡ്ത്ത് ആണ്. ആണല്ലോ. സോറി, ഈ ബ്രെഡ്ത്ത് എന്ന് എഴുതാൻ ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ വിഡ്ത്ത് എന്നാണ് അവർ തന്നിട്ടുള്ളത്. ഇനി ആ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ വരിയിലേക്ക് വരുന്നു. ദ ലെങ്ത് എക്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് dx ബൈ വിത്ത് റെസ്പെക്ട് ടു റേറ്റ് ആകുമ്പോൾ dx/dt ഈസ് ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്റർ? 5 -5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ്. അടുത്തത് dy/dt വിച്ച് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ when x is equal to 8 and y is equal to 6, find the rate of change of perimeter. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക. പെരിമീറ്റർ എന്നതാ? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന വാക്യം മനസ്സിലാക്കി എഴുതൂ. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഒന്ന് ശ്രദ്ധിക്കണേ. 2 × L + B. ദാറ്റ് ഈസ് 2 × x + y. ദാറ്റ് ഈസ് 2x + 2y. നോക്ക്. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇവിടെ എക്സും വൈ ആണ്. 2 × x + y. ദാറ്റ് ഈസ് 2x + 2y. അതാണ് നമ്മുടെ പെരിമീറ്റർ P. ഇനി ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ. ശ്രദ്ധിക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ ദാറ്റ് ഈസ് dp ബൈ എന്തുവാ പറയുന്നത്? വിത്ത് റെസ്പെക്ട് ടു ടൈം ആണോ എക്സ് ആണോ? ടൈം. ദാറ്റ് ഈസ് dp/dt. ശരിയല്ലേ? ഒരു മിനിറ്റ്. ഈ dp/dt എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബൈ ടി വന്നത്? ടൈമാണ് അവിടെ വരുന്നത്. ബേസിക് ക്വാളിറ്റി. ദാറ്റ് ഈസ് dp/dt ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു? 2 × എക്സിന് പകരം dx/dt പ്ലസ് 2 × വൈക്ക് പകരം എന്തുവാ? വൈക്ക് പകരം വരുന്നത് dy/dt. എന്തുവാ ഞാൻ ഈ പറഞ്ഞു വെച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. ദാറ്റ് ഈസ്
എക്സിൻ്റെത് ഡി എക്സ് ബൈ ഡി ടി, വൈയുടേത് ഡി വൈ ബൈ ഡി ടി, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്നതാ ഡി എക്സ് ബൈ ഡി ടി -5 പ്ലസ് 2 ഇൻറ്റു 4, ദാറ്റ് ഈസ് -10 പ്ലസ് 8 ഈസ് ഈക്വൽ ടു -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിമീറ്റർ ഡിക്രീസ് ചെയ്യുന്നു. എങ്ങനെ? 2 സെൻറ്റിമീറ്റർ അല്ലയോ പെർ മിനിറ്റ്. 2 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് വെച്ച് പെരിമീറ്റർ ഡിക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാൻ കാര്യം? മൈനസ് വന്നിട്ടുള്ളതുകൊണ്ട്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഡി പി ബൈ ഡി ടി കണ്ടുപിടിക്കുമ്പോൾ 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് 2 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി തുടങ്ങുന്നതാണ് പ്രാധാന്യം. അല്ലെങ്കിൽ ബോർഡ് കാണാൻ പറ്റാത്തതുകൊണ്ടാവാം. ആണോ? മനസ്സിലാക്കിയിട്ട് എഴുത്. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി എന്ത് ചെയ്യും? ശരിയല്ലേ പറയുന്നത്? ഇത് ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തോട്ട് നിങ്ങൾ എന്നോട് എഴുതുകയാണ്. പലർക്കും, എല്ലാവർക്കും ഇല്ല, ചിലർക്കെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട് അവസാനം. ശ്രദ്ധിക്കുക. ആദ്യം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ കണ്ടുപിടിച്ച ശേഷം അവർ തന്നിട്ടുള്ള ഇൻക്രീസിങ് ഡിക്രീസിങ് കൊടുത്തപ്പോൾ നമുക്ക് നെറ്റ് വാല്യൂ -2 കിട്ടി. മൈനസ് വന്നിട്ടുള്ളതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? ഡിക്രീസിങ്. ക്ലിയർ ആയല്ലോ? ഇനി ഇപ്പം ഞാൻ ചെയ്തത് എന്തിൻ്റെയാണ്? പെരിമീറ്റർ. ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കാനുണ്ട്? ഏരിയ. ഏരിയയെ നമ്മൾ ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കും? എ. ഏരിയ കണ്ടുപിടിക്കുന്ന വാക്യം എന്തുവാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടുത്തെ ലെങ്ത് ഏതാ? എക്സ്. ബ്രെഡ്ത്ത് ഏതാ? വൈ. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ. ശ്രദ്ധിക്കുക. എക്സ് ഇൻറ്റു വൈ പ്രോഡക്റ്റ് ഉള്ളിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു, അവിടെ ഒരു തെറ്റുണ്ട്, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അല്ല, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ക്ലിയർ ആയോ? എഴുതുക, ഞാൻ ചെയ്തോളാം. പെട്ടെന്ന് എഴുതും. നോക്കുക. ഏരിയ എന്ന് വെച്ചാൽ ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് എക്സിൻ്റെ വൈ ആണ്, എക്സ് വൈ. ക്ലിയർ അല്ലേ? ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. ഏതാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ? പറഞ്ഞു. ഇവിടെ ഏരിയ എ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഡി എ ബൈ ഡി ടി ഓ ഡി ആറോ? ഡി ടി. ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ദാറ്റ് ഈസ് എക്സ്. എക്സ് എത്ര സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത്? അവർ തന്നിട്ടുണ്ട്. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 8, വൈ ഈസ് ഈക്വൽ ടു 6 ആണോ? പറഞ്ഞോളൂ. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 8 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഡി വൈ ബൈ ഡി ടി 4a പ്ലസ് വൈ ഇൻറ്റു 6 ഇൻറ്റു -5. ദാറ്റ് ഈസ് 32 പ്ലസ് -30 ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഏരിയ ഇൻക്രീസ് ചെയ്യും, പെരിമീറ്റർ ഡിക്രീസ് ചെയ്യും. എന്താ ഇൻക്രീസ് ചെയ്യുന്ന പറയാൻ കാര്യം? +2 വന്നിട്ടുള്ളതുകൊണ്ട്. ഹെഡിങ് ഇൻ്റർവൽസ് ആൻഡ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻ. ഇൻ്റർവൽസ് ആൻഡ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻ. ഇൻ്റർവൽസ് ആൻഡ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻ. നോക്കൂ നിങ്ങളെ, ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ എടുക്കുന്നു. ഈ ഫങ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ആ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എഫ് ഡാഷ് എക്സ്. തന്നിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ 2 വാല്യൂസ് ഉണ്ടാവും. ഈ എഫ് ഡാഷ് എക്സ് 0 കൂടുതലാണ് വരുന്നതെങ്കിൽ, എഫ് ഡാഷ് എക്സ് 0 കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നതെങ്കിൽ ഫങ്ഷൻ ഈസ് ആൾവേസ് ഇൻക്രീസിങ്. ഫങ്ഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. അതേസമയത്ത് 0 കുറവാണ് വരുന്നതെങ്കിലോ ഫങ്ഷൻ ഡിക്രീസ് ആയിരിക്കും. ഇനി ഏതൊക്കെ ഇൻ്റർവെല്ലിൽ വെച്ച് ഇത് ഇൻക്രീസ് ആണ് ഡിക്രീസ് ആണ് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങളുടെ സിലബസിനകത്തുള്ളതുമാണ്. ഇൻ്റർവെൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പായി നിങ്ങൾക്കറിയാം, നിങ്ങൾ ലീനിയർ ഇനീക്വാളിറ്റിക്കകത്ത് പഠിച്ചിട്ടുണ്ട്
പലതരത്തിലുള്ള ഇൻ്റർവെല്ലുണ്ട്, ഓപ്പൺ ഇൻ്റർവെല്, ക്ലോസ്ഡ് ഇൻ്റർവെല് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. ആ ലൈൻ, നമ്മുടെ ലൈൻ -∞ മുതൽ +∞ വരെ ആയിരിക്കും. -∞ മുതൽ +∞ വരെ ആയിരിക്കും. പിടികിട്ടിയാ പറഞ്ഞത്. ഇപ്പോൾ 0 ആണ് നടുക്ക് വരുന്നെങ്കിൽ തന്നെയും നമ്മുടെ ലിമിറ്റ് വരുന്നത് -∞ ടു +∞ വരെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിൻ്റാണ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. തന്നിട്ടുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇതാ നോക്കുക, എക്സിൻ്റെ വാല്യൂ 2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് -∞ ടു 2, അടുത്ത 2 ടു ∞. നോക്കുക, 2 വരെയാണ് വരുന്നതെങ്കിൽ -∞ മുതൽ 2 വരെയും അടുത്ത എവിടം തൊട്ട് എവിടം വരെ 2 മുതൽ +∞ വരെയും. ഇനി അടുത്ത നമ്മുടെ ലിമിറ്റിനകത്ത് -∞ക്കും +∞ ഇടയിൽ 1ഉം 2ഉം 2 പോയിന്റുകൾ കിട്ടിയെന്ന് സങ്കല്പിക്കുക. എക്സിന് 2 വാല്യൂസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്പർ ഓഫ് ഇൻ്റർവെൽസ് 3 ആവും. എങ്ങനെയൊക്കെ? ആദ്യത്തേത് -∞ ടു 1, രണ്ടാമത്തേത് 1 ടു 2, മൂന്നാമത്തേത് 2 ടു ∞. ദാറ്റ് ഈസ് -∞ ടു 1, നെക്സ്റ്റ് 1 ടു 2, അതിൻ്റെ അടുത്തത് 2 ടു ∞. ക്ലിയർ ആയോ? 3 ഇൻ്റർവെൽസ്. -∞ ടു 1, നെക്സ്റ്റ് 1 ടു 2, അടുത്ത് 2 ടു ∞. ഇങ്ങനെ 3 ഇൻ്റർവെൽസ് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. ഈ ഇൻ്റർവെൽസിലെല്ലാം തന്നെ ഫങ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കണമെന്നില്ല, ഡിക്രീസിങ് ആയിരിക്കണമെന്നില്ല. ചിലത് ഇൻക്രീസിങ്ങും ചിലത് ഡിക്രീസിങ്ങും ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫങ്ഷൻ, ബേസിക് ഫങ്ഷൻ f(x) എന്ന് പറഞ്ഞ ഫങ്ഷൻ ഇൻക്രീസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കും. ചിലയിടത്ത് വെച്ച് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ചിലയിടത്ത് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അത് ചെക്ക് ചെയ്യുന്ന വിധമാണ് ഇനി പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? എഴുതിക്കോളൂ. ലെറ്റ് എഫ് ബി, ലെറ്റ് എഫ് സ്മാൾ എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് differentiable on the open interval, അങ്ങനെ തന്നെ എഴുതുക, OPN, open interval a comma b, open interval a comma b, then then താഴെ മാറി ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ എ എന്നിട്ടിട്ട് എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ഇഫ് എഫ് ഡാഷ് എക്സ് greater than 0 for each each x element of a comma b, നെക്സ്റ്റ് രണ്ടാമത്തത് എഫ് ഈസ് ഡിക്രീസിങ് കഴിഞ്ഞ ലൈൻ പോലെ തന്നെ എഫ് ഈസ് ഡിക്രീസിങ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ഇഫ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 for each x element of a comma b. മൂന്നാമത്തത്
f is a constant function, f is a constant function, f is a constant function in closed interval a comma b if f dash x is equal to 0, f dash x is equal to 0. ബാക്കി പഴയപോലെ f dash x is equal to 0 for each x element of a comma b. അപ്പോൾ നിങ്ങൾക്കറിയാം എഫ് ഡാഷ് എക്സിന് വില 0-ത്തേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ ഇൻക്രീസിങ് ആണ്, 0-ത്തേക്കാൾ കുറവ് വരികയാണെങ്കിൽ ഡിക്രീസിങ് ആണ്, 0 ആണെങ്കിൽ എന്നതാ കോൺസ്റ്റൻ്റ് ഫംഗ്ഷനാണ്, സ്ഥിരമുള്ള ഫംഗ്ഷനാണ്. അടുത്തത് ദ ഫംഗ്ഷൻ എഫ് ഈസ് ദ ഫംഗ്ഷൻ, അടുത്ത ലൈൻ, ദ ഫംഗ്ഷൻ എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി. ഏതാ ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി? ഇതൊരു രീതിയിൽ ക്ലോസ്ഡ് ആയിരുന്നു, ഇനി എഴുതുന്നത് ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി ഇഫ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും വരുമ്പോൾ ക്ലോസ് ഇൻ്റർവെലിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ഓപ്പൺ ഇൻ്റർവെൽ വരും. എന്നതാ ഓപ്പൺ ഇൻ്റർവെലും ക്ലോസ് ഇൻ്റർവെലുമായിട്ടുള്ള വ്യത്യാസം? ബിറ്റ്വീൻ ദ ലിമിറ്റും ഫ്രം ദ ലിമിറ്റും, ശരിയല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള വാല്യൂ മാത്രം കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയും. അതേസമയത്ത് ആദ്യം മുതൽ അവസാനം വരെ കൊടുക്കുമ്പോൾ, വിത്ത് ബൗണ്ടറി കൊടുക്കുമ്പോഴാണ് എന്തായി മാറുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവെലായിട്ട് മാറുന്നത്. സ്ട്രിക്ട്ലി എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും എന്തിനകത്ത് വേണം? ഓപ്പൺ ഇൻ്റർവെല്ലിൽ. ക്ലിയർ ആയോ? കഴിഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യും, ഒറ്റ വ്യത്യാസം മാത്രം. ഏത്? ഒന്ന് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് വരും, അതിന് പകരം എഴുതുന്ന ഇൻ്റർവെൽ ഏതായിരിക്കും? ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കും. ദാറ്റ് ഈസ് എഴുതിക്കോളൂ, എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ കോമ ബി ഇഫ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഈച്ച് എക്സ് എലമെൻ്റ് ഓഫ് എ കോമ ബി. എക്സ് എലമെൻ്റ് ഓഫ് എ കോമ ബി. അതുപോലെ നെക്സ്റ്റ്, എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ കോമ ബി ഇഫ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ഫോർ ഈച്ച് എക്സ് എലമെൻ്റ് ഓഫ് എ കോമ ബി. മക്കളെ, ഇനി ഇൻക്രീസിങ് ഡിക്രീസിങ് വരുന്ന എവിടെ വെച്ചായിരിക്കും? റിയൽ നമ്പേഴ്സ് വെച്ചായിരിക്കും. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ചോദ്യം എഴുതിക്കോളൂ. ചെയ്യുന്ന വിധം, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x plus 17. F of x is equal to 3x plus 17 is strictly increasing on capital R, real number. ശ്രദ്ധിക്കണേ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x plus 17 എന്ന് എഴുതി. നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഈ എഫ് ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്തുവാ? ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തുവാ? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. അതെന്തൊക്കെയാണ്? കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിളും ആണ്. ആണല്ലോ, നോക്കണേ. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആൻഡ്
ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. എവിടെ വെച്ച്? ഓൺ എവരി റിയൽ നമ്പർ ആർ, അല്ലയോ? അല്ലെങ്കിൽ ഇൻ ആർ. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിളും ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് മനസ്സിലാകാൻ വേണ്ടി ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 3. ശരിയല്ലേ? നോക്ക്, ഇതിൻ്റെ വാല്യൂ എന്തുവാ? എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ എന്തുവാ? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0, 0-യേക്കാൾ കൂടുതലാണ്. സോ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസിങ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഗ്രേറ്റർ ദാൻ 0 ഫോർ ആൾ വാല്യൂസ് ഓഫ് ആർ. സോ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. വേറൊന്നും എഴുതണ്ട, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ച് പോസിറ്റീവ് എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ലാസ്റ്റ് ആൻസർ കൺക്ലൂഡ് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ്. എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ്. First question, show that the function given by f of x is equal to e raised to 2x is strictly increasing. നോക്കുക, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ആണ്. ശ്രദ്ധിക്കുക കുട്ടികളെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ആണ്. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. സോറി, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയാം. ഇതെന്തുവാ സംഭവം? സിൻസ് ഇറ്റ് ഈസ് ആൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ഇതൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് എന്താണത്? കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. അത് കണ്ടിന്യൂസുമാണ് ഡിഫറൻഷ്യബിളുമാണ്. ക്ലിയർ ആയോ? സിൻസ് ഇറ്റ് ഈസ് ആൻ എങ്ങനെ മനസ്സിലായി എക്സ്പോണൻഷ്യൽ ആണെന്ന്? കാണുമ്പോൾ അറിയാമല്ലോ. ക്ലിയർ ആയല്ലോ. സിൻസ് ഇറ്റ് ഈസ് ആൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ എന്ന് എഴുതിയ ശേഷം ഞാൻ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ് തന്നെ ഇൻറ്റു 2. ദാറ്റ് ഈസ് 2 ഇ റൈസ് ടു എക്സ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എവറി വാല്യൂസ് ഓഫ് എക്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ സോ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. മനസ്സിലായോ പറഞ്ഞത്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ഇ റൈസ് ടു എക്സ് എന്ന് എഴുതി. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഈസ് ആൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. F of x is strictly increasing. Question: find the intervals in which the function f of x is equal to 2x square minus 3x. F of x is equal to 2x square minus 3x. 2x square minus 3x is ഒന്നാമത്തെ ചോദ്യം strictly increasing.
സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, രണ്ടാമത്തെ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു പുതിയ ടോപ്പിക്സാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇൻ്റർവെല്ല് കണ്ടുപിടിക്കുന്ന വിധം ശ്രദ്ധിക്കുക. ഇൻ്റർവെൽ എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നത് നോക്കുക. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏത് തന്നെയായാലും അതിനെ എഫ് ഓഫ് എക്സ് എന്നെടുത്തെഴുതി. ഒന്നാമത് തന്നിട്ടുള്ള ചോദ്യത്തെ എഫ് ഓഫ് എക്സ് എന്നെടുത്തെഴുതി. രണ്ടാമത് ഫൈൻഡ് എഫ് ഡാഷ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് എക്സിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരെന്തുവാ? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു ആണല്ലോ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പുട്ട് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. ചിലപ്പോൾ നിങ്ങൾക്ക് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നായിരിക്കും എളുപ്പം. പുട്ട് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 0, ഫൈൻഡ് എക്സ്. അതിനകത്തുനിന്നും എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. ചിലപ്പോൾ എക്സിന് 1 വിലയായിരിക്കും, ചിലപ്പോൾ 2 വിലയായിരിക്കും, ചിലപ്പോൾ 3 വിലയായിരിക്കും. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ എക്സിന് 1 വാല്യൂ, എക്സിന് 2 വാല്യൂ, എക്സിന് 3 വാല്യൂ. ക്ലിയർ ആയല്ലോ? ഇനി ഈ 3 വാല്യൂയും കൂടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് ഓഫ് എക്സ് ഇൻ എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സിനകത്ത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഡാഷ് എക്സിനകത്ത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൊടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടുന്നതെല്ലാം ഡിക്രീസിങ്, പോസിറ്റീവ് കിട്ടുന്നതെല്ലാം ഇൻക്രീസിങ്. ക്ലിയർ ആയോ? പറഞ്ഞാൽ മനസ്സിലായി? ഇങ്ങനെ ഓർഡറിൽ എന്നാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. തന്നിട്ടുള്ള ചോദ്യം എഫ് ഓഫ് എക്സ്, അടുത്ത് എന്ത് വേണം? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു, എഫ് ഡാഷ് എക്സിനെ വിളിക്കുന്ന പേരാണ് ഡി വൈ ബൈ ഡി എക്സ്. എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്. പുട്ട് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. തന്നിട്ടുള്ള ഫംഗ്ഷന് കിട്ടിയ ഫംഗ്ഷനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. എക്സിൻ്റെ വില കണ്ടുപിടിക്കുന്നു. ആ എക്സിൻ്റെ വില കൊണ്ടുവന്ന് എവിടെ കൊടുക്കുന്നത്? ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ വേണ്ടി. ആ എക്സിൻ്റെ വിലയാണ് ഇൻ്റർവെല്ലായിട്ട് വരുന്നത്. അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എഫ് ഡാഷ് എക്സിനകത്ത് കൊണ്ടുവന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? എഫ് ഡാഷ് എക്സിനകത്ത്. എന്താ എഫ് ഡാഷ് എക്സിൻ്റെ പ്രത്യേകത? ഒന്നാമത്തെ ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ ഇൻക്രീസിങ് ആണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ. മനസ്സിലായി കാണുമല്ലോ? ഈ സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന സ്റ്റെപ്പുകളാണ്. ക്ലിയർ ആയല്ലോ? അല്ല ടെക്സ്റ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യം എഫ് ഓഫ് എക്സ് എഴുതുന്നു. ഫൈൻഡ് എഫ് ഡാഷ് എക്സ് എന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ്. പുട്ട് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0, ഫൈൻഡ് എക്സ്. ഈ എക്സ് സബ് ദ വാല്യൂസ് ഓഫ് എക്സ് ഇൻ എഫ് ഡാഷ് എക്സ്. അപ്പോൾ നെഗറ്റീവ് കിട്ടുന്നതെല്ലാം എന്തായിരിക്കും? ഡിക്രീസിങ്, പോസിറ്റീവ് വാല്യൂസ് എല്ലാം ഇൻക്രീസിങ്. എഴുതണോ അതൊക്കെ? നെഗറ്റീവ് വാല്യൂസ് ആർ, എളുപ്പം എഴുതിക്കോ, വാല്യൂസ് ആർ ഡിക്രീസിങ്, പോസിറ്റീവ് വാല്യൂസ് ആർ ഇതൊരു സ്റ്റെപ്പായിട്ട് ബോക്സിനകത്ത് എഴുതിയിട്ടേക്കുക. ചോദ്യം ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് നമ്മളില്ലേ? എഫ് ഓഫ് എക്സ്, ഞാൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ എന്നതായിരുന്നു? 2x² മൈനസ് 3x. ഞാൻ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 4x മൈനസ് 3. മൂന്നാമത് എന്തോ പറഞ്ഞിട്ടുള്ള പുട്ട് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 4x മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. ദെൻ 4x ഈസ് ഈക്വൽ ടു 3, എക്സ് ഈസ് ഈക്വൽ ടു 3/4. അല്ലയോ? എക്സിൻ്റെ വില 3/4 എന്ന് കിട്ടി. മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ വാല്യൂ. ഇടയ്ക്കുള്ളതാണ് 3/4. The intervals are ഏതൊക്കെയാ? മൈനസ് ഇൻഫിനിറ്റി ടു 3/4 ആൻഡ് 3/4 ടു പ്ലസ് ഇൻഫിനിറ്റി. ശരിയല്ലേ? മനസ്സിലായ പറഞ്ഞ് ഒരേ ഒരു വാല്യൂ മാത്രമുള്ളതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, ഇടയ്ക്ക് മാറി 3/4 അടയാളപ്പെടുത്തുന്നു. ക്ലിയർ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ 2 വിലയും കൊണ്ടൊന്ന് എവിട്ട് കൊടുക്കണം? എഫ് ഡാഷ് എക്സിനകത്ത്. ക്ലിയർ ആയോ? നോക്കൂ നിങ്ങളെ, ഇത് ഒന്നാമത്തത്
ഇത് രണ്ടാമത്തത്, ഇത് ഇൻ്റർവെലിലെത്തി. മൂന്നാമത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ടു ഫൈൻഡ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഫംഗ്ഷൻ, ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം പറഞ്ഞോളൂ. ഈ എഫ് ഡാഷ് എക്സിനകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് -∞(2,3,4) ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരുമിച്ച് എഴുതുന്നു 3/4, ഇൻ എഫ് ഡാഷ് എക്സ്. ക്ലിയർ ആയോ? എഫ് ഡാഷ് എക്സിനകത്ത് ശ്രദ്ധിക്കുക, ഈ എഫ് ഡാഷ് എക്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏതാ എഫ് ഡാഷ് എക്സ്? 4x - 3. ഇവിടെ വേറെ വിഷയം, എക്സ് വാല്യൂ ഉണ്ട്, വൈ വാല്യൂ ഉണ്ട്. നമ്മൾ എക്സ് വാല്യൂ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തുള്ളൂ, വൈ വാല്യൂ അതുപോലെ എക്സിസ്റ്റ് ചെയ്യും. ക്ലിയർ ആകുന്നുണ്ട്? ഇവിടെ എനിക്ക് നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് തിയററ്റിക്കലായിട്ട്. നിങ്ങളുടെ പ്രായോഗിക പരിജ്ഞാനമാണ് ഇവിടെ വേണ്ടത്. നോക്ക്, അല്ല സ്റ്റെപ്പ് പരമായിട്ട് എത്ര വേണമെങ്കിലും എനിക്ക് എഴുതി പോകാം, പക്ഷേ മനസ്സിലാവണമെന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇവിടെ എഫ് ഡാഷ് എക്സ് 4x - 3 ആണ്. ഇതിനകത്ത് എന്ത് ചെയ്യണം? ഞാൻ എക്സിന് പകരം -∞ കൊടുക്കണം. ഒന്ന് ശ്രദ്ധിക്കണേ, എക്സിന് പകരം -∞ കൊടുക്കുമ്പോൾ എനിക്കിവിടെ എഴുതി വെക്കാൻ പറ്റത്തില്ല 4 × -3 എന്ന് എഴുതി വെക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ചിന്തയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കണം? -∞. എന്തുവാ -∞ എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? സീറോയേക്കാൾ അങ്ങേ അറ്റത്തുള്ള നെഗറ്റീവ് സംഖ്യ. ഒന്ന് നോക്കണേ, മനസ്സിലായ കാൽക്കുലേഷൻ. ദാറ്റ് ഈസ് 4 × നെഗറ്റീവായിട്ടുള്ള അങ്ങേ അറ്റത്തെ സംഖ്യ. 4 × ഏത് നെഗറ്റീവ് സംഖ്യ ഗുണിച്ചാലും എന്തായിരിക്കും? നെഗറ്റീവ്. അതിനകത്തുനിന്ന് 3 കുറച്ചാലും എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ്. ക്ലിയർ ആയോ? അതോ തിയററ്റിക്കലായിട്ട് എനിക്ക് എഴുതി കാണിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഇല്ല. എക്സ് വാല്യൂസ് കൊടുക്കുക. എക്സ് വാല്യൂസ് കൊടുക്കുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ 4x - 3 അല്ലയോ? എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ 4x - 3ക്കകത്ത് എന്തുവാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? സബ് -∞ to 3/4. ദെൻ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് കിട്ടി. എന്തായിരിക്കും? ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് അറ്റ് ദാറ്റ് ഇൻ്റർവെൽ. ക്ലിയർ ആയോ? ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസ്. കുഞ്ഞുങ്ങളെ ഞാനിവിടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ -∞ എന്തോ എന്നൊക്കെ പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടാണ്. അത് അങ്ങേറ്റത്തുള്ള നെഗറ്റീവ് വാല്യൂ സങ്കല്പിക്കുക. അതിനെ 10 കൊണ്ട് 12 കൊണ്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണല്ലോ. എന്തായാലും ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് അറ്റ് ആ ഇൻ്റർവെൽ, അറ്റ് ദാറ്റ് ഇൻ്റർവെൽ. അടുത്തത് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 4x - 3ക്കകത്ത് അടുത്ത വാല്യൂ ഇട്ട് കൊടുക്കും. ഏതാ? 3/4 ഇൻഫിനിറ്റി. എക്സിന് പകരം 3/4 ഇട്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പോസിറ്റീവ്. അതിനകത്ത് കുഞ്ഞി 3 കുറച്ചാലും വലിയ വ്യത്യാസം വരത്തില്ല. ക്ലിയർ ആയാ പറഞ്ഞത്? 50 കോടി രൂപ ആസ്തി ഉള്ളതിന് 5 രൂപ കടം മേടിച്ചാൽ അവന് വല്ലതും കുറയുമോ? ഇല്ല. ഫംഗ്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ്, ഇൻക്രീസിങ്. മനസ്സിലായോ? തിയററ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ ഇൻക്രീസിങ് ആയി, പോസിറ്റീവ് വാല്യൂ കിട്ടിയാൽ ഇൻക്രീസിങ് ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ കിട്ടിയാൽ ഡിക്രീസിങ് ആയിരിക്കും. പക്ഷേ നല്ല രീതിയിൽ സമ്മറൈസ് ചെയ്യണം. ഇവിടെ വരെ പെട്ടെന്ന് എഴുത്. അവസാനം സമ്മറൈസ് ചെയ്യുക. ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ വാല്യൂ, ഡിക്രീസിങ് അറ്റ് വാല്യൂ അല്ല, ഇൻ്റർവെല്. ദ ഫംഗ്ഷൻ ഈസ് strictly increasing in 3/4, infinity and strictly decreasing in തിരിച്ചും. The function is strictly increasing in ഒരു വാല്യൂ, strictly decreasing മറ്റേ വാല്യൂ. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടേക്കുക. x² + 2x - 5. അവസാനം കഴിഞ്ഞ ആൻസർ സമ്മറൈസ് ചെയ്യണേ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും.